ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുട്ടാരൂസ് കിച്ചൻ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഇവിടെ വൈറ്റ് ചട്നിയാണ് കേട്ടോ. നമ്മുടെ ദോശയിലേക്കും ഇഡ്ഡലിയിലേക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു തനി നാടൻ ചട്നിയാണ്. ഇതിനായിട്ട് ഒരു ബൗളിൽ ഞാൻ കുറച്ച് നാളികേരം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് മയത്തിൽ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് വെള്ളത്തിലേക്ക് ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇതിൽ ചേർത്തരയ്ക്കാൻ വേണ്ടിയിട്ട് 4 ചെറിയ ഉള്ളിയും ഒരു 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഉള്ളി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കിട്ടുക കേട്ടോ. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇവ എല്ലാതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നേരത്തെ വെള്ളം ഒഴിച്ച് വെച്ച വെള്ളം തന്നെ മതി കേട്ടോ. ഇപ്പോൾ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിച്ചെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ സ്വല്പം കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉഴുന്നും പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ കാച്ചിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല സ്മെല്ലായിരിക്കും. വെളിച്ചെണ്ണയുടെ ഇതിൽ കാച്ചിയെടുക്കുമ്പോൾ നമ്മുടെ ചട്നിക്ക് നല്ല ടേസ്റ്റ് കൂടുതലും കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വന്ന് ഈ ഉഴുന്ന പരിപ്പിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. 2-3 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ നിറമൊക്കെ ആയി വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കുക. ഒരു തണ്ട് വേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് എപ്പോഴും ഈ കടുക് പൊട്ടിക്കുന്നതോടൊപ്പം തന്നെ ആദ്യമേ തന്നെ വേപ്പില ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ വേപ്പില കരിഞ്ഞു പോകും. അതുകൊണ്ട് ലാസ്റ്റിലാണ് വേപ്പില നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ വേപ്പിലയുടെ ഈ പച്ച നിറം ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വല്ലാതെ തിളയ്ക്കാനൊന്നും നിൽക്കണ്ട. ചെറിയൊന്നും ചൂടായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ടേസ്റ്റ് നോക്കിയതിന് ശേഷം വീണ്ടും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ ഉപ്പ് പാകത്തിന് ആയിട്ടുണ്ട് ഇതിലേക്ക്. അപ്പോൾ നമ്മുടെ ചട്നി റെഡിയായി. അപ്പോൾ നമ്മുടെ നാടൻ ചട്നി എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.